പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നയിക്കാൻ പ്രാദേശിക ടീം സജ്ജമാക്കിയിരിക്കുകയാണ് അമിത്ഷാ. സംസ്ഥാന ബി.ജെ.പി അധ്യക്ഷൻ സമീക് ഭട്ടാചാരി, മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ ദിലീപ് ഘോഷ്, സുകാന്ത മജുംദാർ, പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി എന്നിവരടങ്ങുന്ന 4-അംഗ സംഘമാണ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുക. ദിലീപ് ഘോഷിന്റെ മടങ്ങി വരവ് ബംഗാളിൽ ബി.ജെ.പിക്ക് കൂടുതൽ കരുത്ത് പകരും. ഇപ്പോഴില്ലെങ്കിൽ ഇനിയില്ല എന്ന മട്ടിലാണ് പശ്ചിമബംഗാളിൽ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. ബി.ജെ.പിയുടെ സ്വപ്ന സമാനമായ ടീമിനെയാണ് ബംഗാൾ തെരഞ്ഞെടുപ്പിനായി നിയോഗിച്ചിട്ടുള്ളത്. കേന്ദ്രമന്ത്രിയും തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിൽ മികച്ച സ്ട്രൈക്ക് റേറ്റുമുള്ള ഭൂപേന്ദ്ര യാദവും ബി.ജെ.പിയെ ത്രിപുരയിൽ ആദ്യമായി അധികാരത്തിലെത്തിച്ച ബിപ്ലബ് കുമാർ ദേബുമാണ് തെരഞ്ഞെടുപ്പ് ഇൻചാർജും സഹ ഇൻചാർജും. ഇതുകൂടാതെ സംസ്ഥാന ബി.ജെ.പി അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ ദിലീപ് ഘോഷ്, സുകാന്ത മജുംദാർ, പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി എന്നിവരടങ്ങുന്ന 4-അംഗ സംഘത്തെയും അമിത്ഷാ സജ്ജമാക്കിയിട്ടുണ്ട്. ആക്രമണാത്മക ശൈലി പിന്തുടരുന്ന ദിലീപ് ഘോഷിന്റെ മടങ്ങിവരവ് ബംഗാളിൽ ബി.ജെ.പിക്ക് കൂടുതൽ കരുത്തു പകരും. പശ്ചിമബംഗാളിലെ ഏറ്റവും മികച്ച ബി.ജെ.പി അധ്യക്ഷനായി ദിലീപ് ഘോഷ് കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബി.ജെ.പി നിയമസഭയിൽ 3 സീറ്റുകളിൽ നിന്നും 70-ലധികം സീറ്റുകളിലേക്കും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകളിലേക്കും വളർന്നിരുന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റവും കൊടിയ അഴിമതിയുമാണ് മമതാ ബാനർജിക്കെതിരെ ബി.ജെ.പി ഉയർത്തുന്ന പ്രചാരണ വിഷയങ്ങൾ. മമതാ ബാനർജിയുടെ ഭരണത്തിൽ ഇവ രണ്ടും നിയമപരമായി മാറിയെന്നും അതിന്റെ ദോഷഫലങ്ങളിൽ നിന്ന് കൊൽക്കത്ത പോലുള്ള മഹാനഗരങ്ങൾ പോലും സുരക്ഷിതമല്ലെന്നും ബി.ജെ.പി മുന്നറിയിപ്പ് നൽകുന്നു. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.